ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗണേശ ചതുർത്ഥിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വ്യത്യസ്തമായ വടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ തന്നെ പച്ചരി 1/2 കപ്പ്, 1/4 കപ്പ് ഉഴുന്ന്, പിന്നെ 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് തോരപ്പരിപ്പ്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് കുതിർത്ത് വയ്ക്കാം. 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയർ പരിപ്പാണ്, അതൊരു 1/4 കപ്പ്. അത് നമുക്ക് തനിയെ വേണം കുതിർത്ത് വയ്ക്കാനായിട്ട്. ഇത് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ വെള്ളമൊക്കെ വാർത്തെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം 2 മണിക്കൂറിന് ശേഷം. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ആവശ്യത്തിനുള്ള എരിവ്, ഞാനിവിടെ 1 പച്ചമുളകും 2 ചുവന്ന മുളകും കൂടെ ചേർത്തിട്ടുണ്ട്, വറ്റൽ മുളകും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് തരിതരിപ്പായി അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നൈസായിട്ട് അരയാൻ പാടില്ല, തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ അരച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറുതായി മുറിച്ച തേങ്ങ കഷ്ണങ്ങളും കൂടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ചെറുപരിപ്പ് നമ്മൾ തനിയെ കുതിർത്ത് വെച്ചതും കൂടെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നല്ലപോലെ വാറ്റിയെടുത്ത ശേഷമേ ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കയ്യിൽ തട്ടിയിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടെടുക്കാം. 2 സൈഡും നല്ലപോലെ ക്രിസ്പായി വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പായിട്ടുള്ള വട കിട്ടുള്ളൂ. വളരെ നല്ല ക്രിസ്പായിട്ടുള്ള വടയാണിത്, നല്ല സ്വാദുള്ളൊരു വടയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ വ്യത്യസ്തമായൊരു റെസിപ്പിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ 2 സൈഡ് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം നല്ല ക്രിസ്പായി കിട്ടി, നല്ല ഗോൾഡൻ കളറായി. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ലൊരു സ്വാദുള്ള ഒരു വട. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.